ഹായ് ഓൾ. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 1 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്എ ക്വസ്റ്റ്യനാണ് ഞാൻ പറയുന്നത്. വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെബ്സൈറ്റുകളുടെ പ്രധാന തരങ്ങൾ വിശദീകരിക്കുക. എക്സ്പ്ലെയിൻ ദ മെയിൻ ടൈപ്സ് ഓഫ് വെബ്സൈറ്റ്സ്. ആൻസർ: ഇൻ്റർനെറ്റിൻ്റെ വളർച്ചയോടെ വെബ്സൈറ്റുകൾ ഒരു വ്യക്തിയുടെയും സ്ഥാപനങ്ങളുടെയും ഡിജിറ്റൽ പ്രതിനിധിയായി മാറിയിട്ടുണ്ട്. വെബ്സൈറ്റുകൾ പ്രധാനമായും സ്റ്റാറ്റിക് വെബ്സൈറ്റുകളും ഡൈനാമിക് വെബ്സൈറ്റുകളും എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കാം. സ്റ്റാറ്റിക് വെബ്സൈറ്റുകൾ സ്ഥിരമായ ഉള്ളടക്കമുള്ള വെബ്സൈറ്റുകളാണ്. ഡെവലപ്പർ മാറ്റം വരുത്തിയില്ലെങ്കിൽ ഉള്ളടക്കം അതേപടിയാകും. HTML, CSS ഉപയോഗിച്ച് നിർമ്മിക്കുന്നു. ഉദാഹരണങ്ങൾ: ബിസിനസ് പോർട്ട്ഫോളിയോ, ലാൻഡിംഗ് പേജ് തുടങ്ങിയവ. ഇതിൻ്റെ സവിശേഷതകൾ: എല്ലാ ഉപഭോക്താക്കളും ഒരേ ഉള്ളടക്കം കാണുന്നു. ലോഡിംഗ് സമയം കുറവാണ്. അപ്ഡേറ്റ് ചെയ്യാൻ ഡെവലപ്പറുടെ സഹായം ആവശ്യമുണ്ട്. രണ്ടാമത്തേതാണ് ഡൈനാമിക് വെബ്സൈറ്റ്സ്. ഉപഭോക്താവിൻ്റെ ഇടപെടൽ അനുസരിച്ച് ഉള്ളടക്കം മാറുന്ന സൈറ്റുകളാണ്. PHP, പൈത്തൺ പോലുള്ള ഭാഷകൾ ഉപയോഗിക്കുന്നു. ഉദാഹരണം: ആമസോൺ, ഫേസ്ബുക്ക്, BBC തുടങ്ങിയവ. ഇതിൻ്റെ സവിശേഷതകൾ എന്താണെന്ന് വെച്ചാൽ, ഡാറ്റാബേസിനൊപ്പം പ്രവർത്തിക്കുന്നു. ഉപഭോക്താവിൻ്റെ ആവശ്യപ്രകാരമുള്ള ഉള്ളടക്കം കൈമാറുന്നു. CMS ഉപയോഗിച്ച് എളുപ്പത്തിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇവയ്ക്ക് പുറമെ വ്യക്തിഗത വെബ്സൈറ്റുകൾ, ബ്ലോഗ്, ഇ-കൊമേഴ്സ് സൈറ്റുകൾ, വാർത്താ പോർട്ടലുകൾ, സർക്കാർ വെബ്സൈറ്റുകൾ തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്കായി പ്രത്യേകം സൈറ്റുകൾ നിലനിൽക്കുന്നു. ഇത് എസ്സേ ആയിട്ട് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് എഴുതിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു മികച്ച വെബ്സൈറ്റ് രൂപകൽപ്പന ചെയ്യുന്നതിനുള്ള അടിസ്ഥാന ഘടകങ്ങൾ വിശദീകരിക്കുക. എക്സ്പ്ലെയിൻ ദ ബേസിക് എലമെൻറ്റ്സ് ഓഫ് ഡിസൈനിങ് എ ഗ്രേറ്റ് വെബ്സൈറ്റ്. ആൻസർ: ഒരു വെബ്സൈറ്റ് ആകർഷകവും ഉപയോഗശീലവുമാക്കാൻ അതിൻ്റെ ഡിസൈൻ ഘടകങ്ങൾ നിർണായകമാണ്. പ്രധാന ഡിസൈൻ ഘടകങ്ങൾ ചുവടെ കൊടുക്കുന്നു. ഒന്നാമത്തേത് ലേഔട്ട്. വെബ് പേജിലെ ഉള്ളടക്കം എങ്ങനെ ക്രമീകരിക്കപ്പെടണം എന്നതിനെക്കുറിച്ചാണ്. ലളിതവും സുതാര്യവുമായ ലേഔട്ടുകൾ ഉപയോക്തൃ അനുഭവം മെച്ചപ്പെടുത്തുന്നു. രണ്ടാമത്തേത് നാവിഗേഷൻ. ഉപഭോക്താക്കൾക്ക് ആവശ്യപ്പെട്ടിരിക്കുന്ന വിവരങ്ങൾ എളുപ്പത്തിൽ കണ്ടെത്താൻ സഹായിക്കുന്നു. മെനു, ലിങ്കുകൾ, ബ്രെഡ് ക്രംബുകൾ എന്നിവ ഉപയോഗിക്കുന്നു. മൂന്നാമത്തേതാണ് ടൈപ്പോഗ്രഫി. വാചകങ്ങൾ വായനയ്ക്ക് എളുപ്പമുള്ളതും ആകർഷകവുമാകണം. ശരിയായ ഫോണ്ടുകളും സ്പേസിങ്ങും ഉപയോഗിക്കുന്നത് പ്രധാനമാണ്. നാലാമത്തേത് ഇമേജുകൾ. ചിത്രങ്ങൾ, വെബ്സൈറ്റ്